നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് AI ഇന്നിപ്പോൾ നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ ശക്തിയായത് മാറിക്കഴിഞ്ഞു അല്ലേ? നമ്മുടെ ജോലി മുതൽ നമ്മൾ കാണുന്ന വാർത്തകളിൽ വരെ AIയുടെ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ AI എന്ന ഇരുതലമൂർച്ചയുള്ള വാളിന്റെ രണ്ട് വശങ്ങളും ഒരുപോലെ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഈയൊരു ചിന്തയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈയൊരു വിശകലനത്തിന്റെ കാതൽ. എഐയുടെ ഭാവി എന്ന് പറയുന്നത് യന്ത്രങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്ന നമ്മളെക്കുറിച്ചാണ്. നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പുകളാണ് എഐ നല്ലതാണോ അതോ ചീത്തയാണോ എന്ന് അവസാനം തീരുമാനിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? ആദ്യം തന്നെ ജോലിയിൽ വരാൻ പോകുന്ന വെല്ലുവിളികൾ, പിന്നെ സത്യവും മിഥ്യയും സ്വകാര്യതയുമൊക്കെ നേരിടുന്ന ഭീഷണികൾ, അത് കഴിഞ്ഞ് മനുഷ്യനും മെഷീനും ഒരുമിച്ചു പോകുന്നതിന്റെ സാധ്യതകൾ, അവസാനം ഈ ഒരു പുതിയ കാലഘട്ടത്തിന് വേണ്ടി നമുക്കെങ്ങനെ തയ്യാറെടുക്കാമെന്നും നോക്കാം. അപ്പോ നമ്മുടെ ആദ്യത്തെ വിഷയം ജോലിയിലെ വെല്ലുവിളികൾ. എഐ നമ്മുടെയൊക്കെ തൊഴിൽ മേഖലയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് നോക്കാം. നമ്മളിൽ പലർക്കുമുള്ളൊരു പേടിയുണ്ടല്ലേ, എന്റെ ജോലി പോകുമോ? സത്യം പറഞ്ഞാൽ ആ പേടിയിൽ കുറച്ച് കാര്യമുണ്ട്. ഈ ഡേറ്റ എൻട്രി, ക്ലറിക്കൽ ജോലികൾ, സിമ്പിൾ അക്കൗണ്ടിംഗ്, കസ്റ്റമർ സർവീസ്, ഇതുപോലെയുള്ള ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്ന ജോലികളില്ലേ, അതൊക്കെ AI ഏറ്റെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. കാരണം വളരെ സിമ്പിളാണ്, യന്ത്രങ്ങൾക്ക് ഈ ജോലികൾ നമ്മളെക്കായി എത്രയോ വേഗത്തിലും കൃത്യതയിലും ചെയ്യാൻ പറ്റും. അപ്പോ പിന്നെ മനുഷ്യർക്കിനി റോളൊന്നുമില്ലേ? അങ്ങനെയല്ല, അവിടെയാണ് കാര്യം. യന്ത്രങ്ങൾ ഈ ഡേറ്റാധിഷ്ഠിതമായ ആവർത്തന സ്വഭാവമുള്ള ജോലികൾ ചെയ്യുമ്പോൾ മനുഷ്യന്റെ പ്രസക്തി കൂടുന്നത് മറ്റു ചില കാര്യങ്ങളിലാണ്. ക്രിയേറ്റിവിറ്റി, അതായത് സർഗാത്മകത, ഇമോഷണൽ ഇന്റലിജൻസ്, ശരിയും തെറ്റും നോക്കി ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഒരു ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്, ഇതൊന്നും യന്ത്രങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ അനുകരിക്കാൻ പറ്റില്ല. ഈ കഴിവുകൾക്കാണ് ഇനി വിലയുണ്ടാവുക. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ മാറ്റം അത്ര എളുപ്പമൊന്നുമല്ല. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം, പുതിയ കാര്യങ്ങൾ പഠിച്ചോണ്ടേയിരിക്കണം. ഇത് വലിയൊരു പ്രഷറാണ്. പിന്നെ AIയുടെ സഹായത്തോടെ ഒരാൾക്ക് 10 പേരുടെ പണി ചെയ്യാൻ കഴിയുമ്പോൾ സ്വാഭാവികമായും കുറഞ്ഞ ജോലികൾക്കായി മത്സരം കൂടും. അതോടൊപ്പം തന്നെ ഈ പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയുന്നവരും അല്ലാത്തവരും തമ്മിൽ വലിയൊരു അന്തരം സമൂഹത്തിലുണ്ടാകുകയും ചെയ്യും. ശരി, ജോലിയിലെ കാര്യം നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു വലിയ ഏരിയയിലേക്ക് വരാം. അതാണ് സത്യം, മിഥ്യ, പിന്നെ നമ്മുടെ സ്വകാര്യത. ജോലി മാത്രമല്ല, വിവരങ്ങളുടെ ലോകത്തും AI വലിയ വെല്ലുവിളികളാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. നിങ്ങൾ ഡീപ് ഫേക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണിപ്പോഴത്തെ ഏറ്റവും വലിയൊരു തലവേദന. എന്താണിത്? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരാളുടെ മുഖവും ശബ്ദവുമൊക്കെ AI ഉപയോഗിച്ച് വ്യാജമായി ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ടവർ പറയാത്ത കാര്യങ്ങൾ പറയുന്നതായോ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതായോ വീഡിയോകളുണ്ടാക്കുക. ഇത് കണ്ടാൽ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് പറ്റില്ല. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിരിക്കും. അപ്പോ ഇവിടെയാണ് ശരിക്കുള്ള ചോദ്യം വരുന്നത്. ആർക്ക് വേണമെങ്കിലും AI ഉപയോഗിച്ച് ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലത്ത് നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം എങ്ങനെ വിശ്വസിക്കും? ഏതാണ് സത്യം, ഏതാണ് നുണ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒന്നാലോചിച്ചു നോക്കൂ, ഈ ടെക്നോളജി ദുരുപയോഗം ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. വ്യാജവാർത്തകൾ കാട്ടുതീ പോലെ പടരും, നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ എളുപ്പത്തിൽ ചോർത്തപ്പെടാം. ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉപയോഗിച്ച് നമ്മൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ സർക്കാരുകൾക്കോ കമ്പനികൾക്കോ നിരീക്ഷിക്കാൻ പറ്റും. ചിലപ്പോൾ AI അൽഗോരിതങ്ങൾ തന്നെ പക്ഷപാതപരമായി പെരുമാറി ചിലർക്കെതിരെ വിവേചനം കാണിച്ചേക്കാം. പിന്നെ ആരുടെയെങ്കിലും സൽപ്പേരിനെ ഒരു വ്യാജ വീഡിയോ കൊണ്ട് തകർക്കാൻ നിമിഷങ്ങൾ മതി. ഓക്കെ, ഇപ്പം നമ്മൾ കുറേ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാ നാണയത്തിനും രണ്ട് വശങ്ങളുണ്ട് അല്ലേ? ഇനി നമുക്കിതിന്റെ നല്ല വശമൊന്ന് നോക്കാം. അതായത് മനുഷ്യനും യന്ത്രവും ഒരുമിച്ച് മുന്നോട്ടു പോകുമ്പോഴുണ്ടാകുന്ന ആ സാധ്യതകൾ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. AI എന്നത് ഒരു ഭീഷണി മാത്രമല്ല, അത് മനുഷ്യന്റെ ഭാവനയ്ക്കും ക്രിയേറ്റിവിറ്റിക്കും ചിറകുകൾ നൽകുന്ന, വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒരു അത്ഭുതകരമായ ഉപകരണം കൂടിയാണ്. AI വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ചരിത്ര പുരുഷന്മാരെയൊക്കെ നമുക്ക് AI വെച്ച് പുനഃസൃഷ്ടിച്ച് കുട്ടികളെ പഠിപ്പിക്കാം. പഴയ ക്ലാരിറ്റിയില്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ പുതിയതുപോലെയാക്കാം. കല, എഴുത്ത്, ഡിസൈൻ, ഈ മേഖലകളിലൊക്കെ ഒരു അസിസ്റ്റന്റായി AIയെ ഉപയോഗിക്കാം. ലോകത്ത് ഏത് ഭാഷ സംസാരിക്കുന്ന ആളുകളുമായും നമുക്ക് സംസാരിക്കാൻ AI സഹായിക്കും. കമ്പ്യൂട്ടറുമായുള്ള നമ്മുടെ ഒരു ബന്ധം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ? തുടക്കത്തിൽ കമ്പ്യൂട്ടർ ഉപകരണം മാത്രമായിരുന്നു, ഒരു ടൂൾ. പിന്നീട് അതൊരു അസിസ്റ്റന്റായി മാറി.
എന്നാൽ ഇപ്പോൾ AI വന്നതോടെ അതൊരു വെറും അസിസ്റ്റന്റ് അല്ല, നമ്മളോടൊപ്പം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ പങ്കാളിയായി, ഒരു കൊലാബറേറ്റീവ് പാർട്ട്ണറായി മാറുകയാണ്. അപ്പോ ചോദ്യം ഇതാണ്: ഭാവിയെക്കുറിച്ച് വെറുതെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ പുതിയ AI കാലഘട്ടത്തിനു വേണ്ടി നമുക്കെങ്ങനെ തയ്യാറെടുക്കാം? അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലുറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം AI-യോട് മത്സരിക്കുക എന്നതല്ല, കാരണം ആ കളിയിൽ നമ്മൾ തോറ്റുപോകും. മറിച്ച് അതിനോടൊപ്പം എങ്ങനെ പ്രവർത്തിക്കാം, അതിനെ എങ്ങനെ നമ്മുടെ ജോലിയുടെയും ജീവിതത്തിന്റെയും ഭാഗമാക്കാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 പ്രധാന വഴികളുണ്ട്. 1. നമ്മുടെ കഴിവുകൾ കാലത്തിനനുസരിച്ച് മെച്ചപ്പെടുത്തുക. 2. നമ്മുടെ ചിന്താശേഷിയെ കൂടുതൽ ഷാർപ്പാക്കുക. 3. മനുഷ്യന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ, നമ്മുടെ മനുഷ്യത്വത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒന്നാമത്തെ വഴി നമ്മുടെ കഴിവുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. നിങ്ങൾ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട AI ടൂളുകളെക്കുറിച്ച് പഠിക്കുക. AI ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ജോലി കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തിൽ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കഴിവാണ്. രണ്ടാമത്തെ വഴി നമ്മുടെ ചിന്തയെ കൂടുതൽ മൂർച്ച കൂട്ടുക എന്നതാണ്. ഓർമ്മയില്ലേ നമ്മൾ ഡീപ് ഫേക്കിന്റെ കാര്യം പറഞ്ഞത്? AI തരുന്ന വിവരങ്ങൾ അതേപടി വിശ്വസിക്കരുത്. അത് ശരിയാണോ എന്ന് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള കഴിവ്, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്, അത് നമ്മൾ വളർത്തിയെടുക്കണം. ഇന്റർനെറ്റിൽ കാണുന്ന ഓരോന്നിന്റെയും ഉറവിടം ഏതാണെന്ന് ചോദിക്കാനും അതിലെന്തെങ്കിലും പക്ഷപാതങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനും നമ്മൾ ശ്രമിക്കണം. ഇനി മൂന്നാമത്തെ വഴി, ഇതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനം. നമ്മുടെ മനുഷ്യത്വത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. യന്ത്രങ്ങൾക്കൊരിക്കലും പകരം വയ്ക്കാൻ കഴിയാത്ത ചില കഴിവുകളുണ്ട്. സഹാനുഭൂതി, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ്, മറ്റുള്ളവരുമായി നന്നായി സംസാരിക്കാനും ഇടപഴകാനുമുള്ള കഴിവ്, ഒരു ടീമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്, ഇതിനൊക്കെ നമ്മൾ പ്രാധാന്യം നൽകണം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഇമോഷണൽ ഇന്റലിജൻസും വളർത്തണം. കാരണം യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? AI-യെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനെ മനസ്സിലാക്കി ബുദ്ധിയോടെ ഉപയോഗിക്കണം. യന്ത്രങ്ങളുടെ വേഗതയും മനുഷ്യന്റെ വിവേകവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ശരിക്കുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുക. അപ്പോൾ നമുക്ക് മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഈ 2 ശക്തികളെയും ഒരുമിപ്പിച്ച് എങ്ങനെ നമുക്കെല്ലാവർക്കും വേണ്ടി സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കും?